മക്കളെ, അപ്പൊ നമ്മുടെ ഹിന്ദി പരീക്ഷ നാളെയാണല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ടാണ് സാറ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നമുക്ക് പഠിക്കാനുള്ള ക്വാർട്ടർലി എക്സാമിനേഷന് ശേഷം പഠിക്കാനുള്ള 5 ചാപ്റ്ററിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ മാത്രം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 35 മാർക്ക് ഉറപ്പ് എന്ന് പറഞ്ഞത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഏത് തരം ക്വസ്റ്റ്യൻ ആൻസറിലേക്കും പോകണമെങ്കിൽ ഇത്രയും മെയിനായ സമ്മറി പഠിച്ചിരിക്കണം. അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കാം ഏതാണ് ക്ലാസ് എന്ന്. ഓക്കെ, നോക്കൂ മക്കളെ, നമ്മുടെ ചാപ്റ്റർ ഏതൊക്കെയാണ്? ചാപ്റ്റർ വരുന്നത് സബ്സെ ബഡാ ഷോമേൻ ഓർ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ അകാല ഓർ ഉസ്കെ ബാദ് കവിതയാണ്. ഠാക്കൂർ കാ കുആം കഹാനിയാണ്. 4ാമത്തെ യൂണിറ്റിൽ വരുമ്പോൾ വസന്ത് മേരെ ഗാവുക്ക എന്ന ലേഖനവും ദിശാഹീൻ ദിശ എന്ന് പറയുന്ന യാത്രാവൃത്തും. ഇത്രയുമാണ് ക്വാർട്ടർലി എക്സാമിനേഷൻ ശേഷം നമുക്ക് ഹാഫ് ഇയർലി എക്സാമിനേഷന് പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അങ്ങനെ വരികയാണെങ്കിൽ ചാപ്റ്ററുകൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ് സബ്സെ ബഡാ ഷോമേൻ. സബ്സെ ബഡാ ഷോമേനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മാനേജർ ചാർലിയെ സ്റ്റേജ് पर भेजने के लिए സ്റ്റേജിന്റെ മുകളിൽ അയക്കാൻ വേണ്ടി മാം സെ ജിദ്ദ് करने लगा. അമ്മയോട് വാശി പിടിക്കാൻ തുടങ്ങി. മാനേജർ और മാം के बीच का वार्तालाप कल्पना करके लिखिए. ഒരു കോൺവെർസേഷൻ ആണ്, അമ്മയും മാനേജർ തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമുക്കിവിടെ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം എങ്ങനെ ചെയ്ത മക്കളെ? ഇതാണ് ആ ഉത്തരം. നോക്കൂ. ചാർലിക്ക് മാം ഗാ നഹി പാ രഹി ഹൂം സാബ്, എനിക്ക് പാടാൻ കഴിയുന്നില്ല സർ. മാനേജർ ക്യാ ഹുവാ, എന്തു പറ്റി? ചാർലിക്ക് മാം ആവാസ് നഹി ആത്തി, എനിക്ക് ആവാസ് വരുന്നില്ല, ശബ്ദം വരുന്നില്ല. ലഗ്താ ഹൈ തോന്നുന്നു ഗലേ മേ കുച്ച് ഖറാബി ഹേ, എന്റെ തൊണ്ടയിൽ എന്തോ തകരാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ മാനേജർ ലോക ചില്ലാ രഹേ, നീ അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, ജനങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകോ ജനങ്ങളെ കിസി ബി തരകെ, ഏതെങ്കിലും തരത്തിൽ ശാന്ത് കർണാഹെ, ഒന്ന് സമാധാനിപ്പിക്കുക തന്നെ വേണം. ചാർലിക്ക് മാം പറയും മേ ക്യാ കരും സാബ്, ഞാൻ എന്ത് ചെയ്യാനാണ് സാർ, എന്റെ സൗണ്ട് ആകെ തകരാറായി പോയല്ലോ. മാനേജർ ജറൂർ, തീർച്ചയായും കുച്ച് കർണാ ചാഹിയെ, തീർച്ചയായും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ജൽദി ഹി, നീ ഒരു കാര്യം ചെയ്യും, എത്രയും പെട്ടെന്ന് ചാർലി കോ സ്റ്റേജ് पर भेज दे, ചാർലിയെ സ്റ്റേജിലേക്ക് അങ്ങോട്ട് അയക്കുന്നു. അപ്പൊ ചാർലിക്ക് മാം വ കൈസെ ഹോ സക്താ ഹൈ, അതെങ്ങനെ പറ്റൂ സർ, വോ ബച്ചാ ഹേ നാ, അത് കേവലം ചെറിയൊരു കുട്ടി മാത്രമല്ലേ. അപ്പൊ ചാർലിക്ക് മാം മാനേജർ പറയാണ് മേനെ ഉസേ അഭിനയ കർത്തേ ദേക്കാ ഹേ, ഞാൻ അവൻ അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്, നീ അവനെ സ്റ്റേജിലേക്ക് അങ്ങോട്ട് വിട്. ചാർലിക്ക് മാം 5 സാൽ കാ ബച്ച, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുട്ടി ഈ ഉഗ്ര ഭീടുക്കു, ഈ ഉഗ്രമായ ആൾക്കൂട്ടത്തെ കൈസെ ചേൽ പായേക, എങ്ങനെ ഫേസ് ചെയ്യും സർ. മാനേജർ മേരി ബാത് സുനോ, നീ കൂടുതലൊന്നും സംസാരിക്കില്ല, മേരി ബാത് സുനോ, ഞാൻ പറയുന്നത് കേൾക്കൂ. സാമനെ കോയി രാസ്ത നഹി, മുൻപിൽ അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു കോൺവെർസേഷൻ ആണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ. ഈ പാഠത്തില് നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ചാർലി കെ ഷോ കെ ബാദ്, അങ്ങനെ ചാർലി സ്റ്റേജിന്റെ മുകളിൽ കയറി ഗംഭീര പ്രോഗ്രാം ഒക്കെ അവതരിപ്പിച്ചതിന് ശേഷം പിറ്റേ ദിവസം ഹെന്നാനെ, നമ്മുടെ ഹെന്ന, അതായത് ചാർലി ചാപ്പിന്റെ അമ്മ, അപ്പനി സഹേലിക്കോ ഏക്ക് പത്ര ലിഖി, അവളുടെ കൂട്ടുകാരിക്ക് ഒരു കത്ത് എഴുതി. വ പത്ര കൽപ്പന കർക്കിലിക്കെ, ആ കത്തൊന്ന് ഭാവനയിൽ എഴുതാനാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ ആ കത്ത് ഭാവനയിൽ എഴുതാൻ പറയുന്നു. ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇങ്ങനെയാണ് ആ കത്ത്. മക്കളെ നോക്ക്, ആദ്യം കത്ത് എഴുതുന്ന സമയത്ത് നമ്മൾ സ്ഥാൻ താരിക്ക് നമ്മൾ എഴുതാൻ മറന്നു പോകരുത്. സ്ഥാൻ താരിക്ക് എഴുതാൻ നമ്മൾ മറന്നു പോകരുത്. കത്ത് എഴുതുമ്പോൾ അതിന്റെ ലേഔട്ടിങ് ഓക്കെ ഫോർമാറ്റ് കൃത്യമായി ആണെങ്കിൽ തന്നെ നമുക്ക് 2 മാർക്ക് ഉറപ്പാണ്. ഓക്കെ, എന്നാൽ നോക്ക്. പ്രിയ മിത്ര തും കൈസേ ഹോ, എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ? ടീക്ക് ഹേന, സുഖം തന്നെയല്ലേ? ഏക ഖുഷിക്ക് ബാത്ത് ഹുയി, ഒരു വളരെ സന്തോഷകരമായ ഒരു കാര്യമുണ്ടായി. വഹ്, അത് തുമാരെ സാത്ത്, നിന്റെ കൂടെ ബാഗ് ലേനെ കെ ലിയെ ഷെയർ ചെയ്യാൻ വേണ്ടി ഈ ചിട്ടിയിൽ ഗ്രഹിക്കും, ഞാൻ ഈ കത്ത് എഴുതുകയാണ്. കൽ മേ സ്റ്റേജ് പർ ഗാന ഗാത്തെ സമയ്, ഇന്നലെ ഞാൻ സ്റ്റേജിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മേരാ ആവാസ്, എന്റെ ശബ്ദം അചാനക്, പെട്ടെന്ന് ബന്ദ് ഹുയി, സ്റ്റോപ്പായി പോയി. ലോക ചില്ലാത്തെ രഹേ, ജനങ്ങൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. രോത്തി ഹുയി, കരഞ്ഞുകൊണ്ട് മേ സ്റ്റേജ് കെ പീछे और चली गई, ഞാൻ സ്റ്റേജിന്റെ പ്രതിവശത്തേക്ക് ഓടിപ്പോയി. മാനേജർ ആക്കർ ബഹസ് करने लगे, പക്ഷേ മാനേജർ വന്ന് എന്നോട് ദേഷ്യം പിടിക്കാൻ തുടങ്ങി. फिर 5 साल के मेरे छोटे बच्चे को, അതിനുശേഷം എന്റെ 5 വയസ്സുള്ള കുട്ടിയെ സ്റ്റേജ് पर भेजने का, സ്റ്റേജിൽ അയക്കാൻ വേണ്ടി ജിദ് കിയ, അദ്ദേഹം വാശി പിടിച്ചു. മേം, ഞാൻ ഡർ ഗയി, ആകെ പേടിച്ചു പോയി.
फिर भी എന്നിട്ടും സ്റ്റേജ് पर जाने को സ്റ്റേജിലേക്ക് പോകാൻ ചാർലി തയ്യാർ ഹോ ഗയാ. എനിക്കാണ് പേടിയെങ്കിലും ചാർലിക്ക് യാതൊരു പേടിയും ഉണ്ടായിരുന്നില്ല. ആശ്ചര്യക്ക് ബാത്ക്ക് നിനക്കറിയുമോ, വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം ഉണ്ടായി. ചാർലിനെ സ്റ്റേജ് पर जाकर ചാർലി സ്റ്റേജിൽ പോയിട്ട് കമാൽ കർ ദിയ, സൂപ്പറാക്കി, ഗംഭീരമാക്കി. ഗാന ഗായ, അവൻ പാട്ടുപാടി, നൃത്യം ചെയ്തു. ദർശകോസെ, ഓഡിയൻസിനോട് ബാച്ചിത് കിയ, സംസാരം നടത്തുകയും ചെയ്തു അവൻ. എന്നിട്ടോ ബൗത്ത് ഗായകവും കാ നക്കൽ കിയ, ഒരുപാട് പാട്ടുകാരെ അവൻ അനുകരിച്ചു. വളരെ ഫേമസ് ഒരുപാട് പാട്ടുകാരെ അവൻ അനുകരിച്ചു. മേരാബി അനുകരൻ കിയ, എന്നെയും അവൻ സ്റ്റേജിൽ അനുകരിച്ചു. തിയേറ്റർ ഏക് ഹംസിഗർ ബൻ ഗയ, അവിടെ ഒരു തിയേറ്റർ, ഒരു ചിരി ഹോൾ, ചിരി മന്ദിരം തന്നെയായി മാറി. ലോകോനെ സ്റ്റേജ് പർ, ജനങ്ങൾ സ്റ്റേജിലേക്ക് ബൗത്ത് പൈസെ ബർസെ, ധാരാളം ക്യാഷുകളൊക്കെ വലിച്ചെറിഞ്ഞു. ഓക്കെ, താലിയാം ബജാക്കർ, ക്ലാപ്പ് അടിച്ചുകൊണ്ട് സബ് ലോഗ്, എല്ലാവരും ചാർലിക്ക് ബൗത്ത് താരിഫ് കി, ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തു, അഭിനന്ദിച്ചു. ചാർലി ഇത്രയും അച്ചേസെ, എനിക്കറിയാം ചാർലി ഇത്രയും സൂപ്പർ ആയിട്ട് അഭിനയിക്കറിനേക്ക ഏകമാത്രക്കാരൻ, അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഏകമാത്രക്കാരൻ, ഒരേ ഒരു കാരണം, തും और സഹേലിയാം ഹേ, നീയും നിന്റെ കൂട്ടുകാരികളുമാണ്. തമാശാക്കിലി, തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും, തും ലോക പാർക്ക് സേ, നിങ്ങളൊക്കെ പാർക്കിൽ വെച്ചിട്ട് ജോ കുച്ച്, ഏതൊക്കെ അഭിനയം ചാർലീസെ ക്രവാത്തീതി, നമ്മൾ പാർക്കിൽ ബീച്ചിലൊക്കെ പോകുമ്പോൾ തമാശയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ എന്റെ കൊച്ചിനെ കൊണ്ട് എന്തെല്ലാം കളി കളിപ്പിച്ചിരുന്നോ, അഭിനയിപ്പിച്ചിരുന്നോ, അസലീമേ സത്യത്തിൽ അനുഗ്രഹിക്കുക, ബടാ അനുഗ്രഹിക്കുക, അസലീമേ സത്യത്തിൽ ബടാ അനുഗ്രഹിക്കുക, അത് വലിയൊരു അനുഗ്രഹമായി. തുമാരെ ലിയേ, നിങ്ങൾക്ക് മേരി തരവസെ, എന്റെ ഭാഗത്തുനിന്ന് ബഹുത്ത് ശുക്രിയ, ഒരുപാട് നന്ദിയുണ്ട്. സസ്നേഹ്, സ്നേഹപൂർവ്വം, തുമാര വിശ്വസ്ത, നിങ്ങളുടെ വിശ്വസ്തൻ, ഹെന്ന ഹസ്താക്ഷർ, സിഗ്നേച്ചർ. കത്ത് കിട്ടേണ്ടുന്ന ആളിന്റെ പേര് എഴുതേണ്ട സ്ഥലമാണ് സേവാമേം. നമ്മൾ 2 എന്ന് എഴുതാറില്ല ഇംഗ്ലീഷില്, അതാണ് സേവാമേം നാം പദ. ഇത്രയും എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കാണ് നമുക്ക് ഇതിലൂടെ വരുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് റെപ്പർട്ട് എന്ന് പറയുന്നത്. റെപ്പർട്ട് എന്ന് പറഞ്ഞാൽ പത്രവാർത്തയാണ്, റിപ്പോർട്ടാണ്. എങ്ങനെയാണ് ആ ചോദ്യം വരുന്നത്? ചാർലിക്ക് സ്റ്റേജ് ഷോക്ക് ദൂസരാ ദിൻ, ചാർലിയുടെ സ്റ്റേജ് ഷോയുടെ 2ാം ദിവസം സമാചാർ പത്രമേ ആയേ ഹുയി, വർത്തമാന പത്രത്തിൽ വന്നിട്ടുള്ള ഏക് റെപ്പർട്ട്, വാർത്തയുടെ രൂപരേഖ തയ്യാർ കിജിയെ, പിറ്റേന്ന് പത്രങ്ങളിൽ വന്ന വാർത്ത എങ്ങനെയായിരിക്കാം, ആ റിപ്പോർട്ട് നിങ്ങളോട് തയ്യാറാക്കാൻ. അങ്ങനെ പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ടാണ്. റിപ്പോർട്ട് എഴുതുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം, വാർത്ത തുടങ്ങുമ്പോൾ സ്ഥലത്തിന്റെ പേരുണ്ടായിരിക്കണം, വാർത്ത ഉണ്ടായിരിക്കണം, അവസാനം ലേഖകന്റേതായ ഒരു വരിയും ഉണ്ടായിരിക്കണം. ഈ 4 പോയിന്റ് ഇങ്ങനെ നമ്മൾ ഉണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ദിൽ ചുരാക്കെ 5 സാൽക്കാ ലഡ്ക, ഹൃദയം കവർന്നുകൊണ്ട് 5 വയസ്സുകാരനായ ആൺകുട്ടി, പയ്യൻ എന്നാണ് അർത്ഥം. ലണ്ടൻ അല്ലേ, കൽ ലണ്ടൻ ഷഹർക്ക്, ഇന്നലെ ലണ്ടൻ സിറ്റിയിലെ തിയേറ്ററിൽ ഹെന്ന നാമക്ക്, ഹെന്ന എന്ന പേരുള്ള ഗായിക, പാട്ടുകാരി, ഗാനാഗാരിഹിരി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അചാനക് പെട്ടെന്ന് ഉസ്ക ആവാസ് ബന്ധുക, പെട്ടെന്ന് അവരുടെ ശബ്ദം സ്റ്റോപ്പായി പോയി. ലോക ചില്ലാനിലേക്ക് ജനങ്ങൾ ഒച്ചയും ബഹളവും ഉണ്ടാക്കി. വൈസേ രോക്കർ, അങ്ങനെ വന്നപ്പോൾ അവർ കരഞ്ഞിട്ട് വൈസേ രോക്കർ ഗായിക പീച്ചെ കി ഓർ ചലി ഗയി, ആ ഗായിക പിറകുവശത്തിലേക്ക് ഓടിപ്പോയി. പീച്ചെ കി ഓർ, പിറകിലേക്ക് ഓടിപ്പോയി. ലോക ആശ്ചര്യമേ ദേഖ് രഹേ, സ്റ്റേജ് കാലിയാണ്, ജനങ്ങൾ ആശ്ചര്യത്തോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം 5 സാൽക്ക ഏക് ബച്ച, 5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി, ഹാത്ത് ഫേർത്തെ ഹുയെ, കൈ വീശിക്കൊണ്ട്, മുസ്കുരാത്തെ, പുഞ്ചിരിച്ചുകൊണ്ട് സ്റ്റേജ് പർ ആയ, സ്റ്റേജിലേക്ക് വന്നു. ഉസ്നെ, അവൻ ജോർസെ ഹി, വളരെ ശക്തിയായിട്ട്, ലോകം സെ ബാത്ത് കർക്കെ, ജനങ്ങളോട് സംസാരിച്ചിട്ട്, ജാക്സ് ജോൺസ് കാ ഗാന, അന്നത്തെ ഫേമസ് ആയ ജാക്സ് ജോൺസിന്റെ പാട്ട്, അപ്പനെ തരീക്കമേ, തന്റേതായ രാഗവും താളവും രീതിയിൽ പാടി. ബഡേ ബഡേ ലോകോം കാ അനുകരൺ കിയ, വലിയ വലിയ ആളുകളെ അവൻ സ്റ്റേജിൽ അനുകരിച്ചു. ഓർ നൃത്യ ബി കർക്കെ, കൂടാതെ പാട്ടിൽ നൃത്തം ചെയ്തിട്ട് സബ്കാ ദിൽ ചുരാലിയ, എല്ലാവരുടെ ഹൃദയം അവൻ കവർന്നെടുത്തു. അസലീമേ സത്യത്തിൽ ഇവൻ വഹ് ആ ഗായികയായ ഹെന്നാക്കെ ബച്ച, ചാർലി ചാപ്ലിന്റെ, നേരത്തെ പാട്ട് തെറ്റി കരഞ്ഞോടിപ്പോയ ഹെന്ന എന്ന് പറഞ്ഞ പാട്ടുകാരിയുടെ മകനായിരുന്നു. ലോകോനെ ശുരൂസെ അന്ത് തക്ക്, ജനങ്ങൾ അമ്മയെ കൂക്കി വിളിച്ചെങ്കിലും ഈ പയ്യനെ തുടക്കം മുതൽ അവസാനം വരെ
താലിയാം ബജാത്തെ രഹേ, അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഓർ സ്റ്റേജ് പർ, എന്നിട്ട് സ്റ്റേജിന്റെ മുകളിൽ ഖൂബ് പൈസേ ബർസേ, ധാരാളം ക്യാഷുകൾ വർഷിച്ചു. ബാക്കി ലേഖന്റെ അഭിപ്രായമാണ് ഏക് ബാത്ത് സഹിഹേ, ഒരു കാര്യം സത്യമാണ്. കി എന്തെന്നാൽ കൽ, നാളെ യഹ് ദുനിയാക്കെ, ഇവൻ ലോകത്തിലെ സബ്സെ ബഡേ, ഏറ്റവും വലിയ കലാകാർ ഹോനെ വാലാ ഹേ, കലാകാരനായി തീരുക തന്നെ ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പത്രവാർത്ത. ഈ പാഠത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. ചോദ്യം എങ്ങനെയാണ് മക്കളെ? ഈ ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞാണ് എന്താണ് ചാർലി ചാപ്ലിന്റെ പരിപാടി നിങ്ങളെ സ്കൂളിൽ അവതരിപ്പിക്കാൻ പോകുന്നു, ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ. ആ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ചോദ്യങ്ങളിൽ നിന്ന് തന്നെ എല്ലാം മുറിച്ച് നമുക്ക് എഴുതി വെച്ചാൽ പോസ്റ്റർ തയ്യാറാവും. വിശദമായ കാര്യങ്ങൾ നമ്മൾ ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ചർച്ച ചെയ്യും. ഓക്കെ, നമ്മൾ ഏറ്റവും പ്രധാനമായ മർമ്മപ്രധാനമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ നേരത്തെ പോയത്. ഇനി നമ്മൾ പഠിക്കാനുള്ളത് അകാൽ ഔർ ഉസ്കെ ബാദ്. അകാൽ ഔർ ഉസ്കെ ബാദ് എന്ന കവിതയാണ്, പ്രോക്തിയാണ്. ഇത് കവിതയാണ്. പ്രോക്തി ഏതാണ്? കവിതയാണ്. കവി നാഗാർജുൻജിയാണ്. ഈ പാഠത്തിൽ ഒരു സമ്മറി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നാവുന്ന ഏത് ക്വസ്റ്റ്യൻ ആൻസറുകൾക്കും ഉത്തരം എഴുതണമെങ്കിൽ ഈ സമ്മറിയിൽ നിന്നുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെ പഠിക്കുമ്പോൾ ഏതാണ് ആ സമ്മറി എന്നാ നോക്കൂ മക്കളെ. കവിതാക്ക സാരാംശ്, കവിതയുടെ സാരാംശം, രണ്ടാമത്തെ ചാപ്റ്റർ കവിതയുടെ സാരാംശം. ഓക്കെ, നോക്കൂ, മൂന്നാമത്തെ യൂണിറ്റിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഹിന്ദിയിലെ പ്രഗതിശീൽ, പുരോഗമനപരമായ, വിപ്ലവകരമായ ചിന്തകൾ വെച്ചു കൊടുത്തുന്ന കവിയായ ശ്രീ നാഗാർജുൻജിക്ക്, നാഗാർജുൻജിയുടെ ഏക് ചോട്ടി സി കവിത ഹേ, ഒരു കൊച്ചു കവിതയാണ് അകാൽ ഔർ ഉസ്കെ ബാദ്, ക്ഷാമവും അതിനുശേഷവും എന്ന് പറയുന്നത്. ഉനോനെ, അദ്ദേഹം ഈ കവിതയിലെ പഹ്ലി ചാർ പങ്ക്തിയോമേ, ആദ്യത്തെ 4 വരികളിൽ അകാൽ കാ, ക്ഷാമത്തിന്റെയും, ഓർ ബാദ് കെ ചാർ പങ്ക്തിയോമേ, പിന്നീട് വരുന്ന 4 വരികളിൽ അകാൽ കെ ബാദ് കാ ഭി, ക്ഷാമത്തിന് ശേഷവുമുള്ള വർണ്ണൻ കിയാ ഗയാ ഹേ, വർണ്ണനയാണ് നടത്തിയിരിക്കുന്നത്. ആകെ 2 പാരഗ്രാഫ് പോലെ 4 4 8 വരിയാണുള്ളത്. പഹലി ചാർ പങ്ക്തിയോമേ, ആദ്യത്തെ 4 വരികളിൽ കൈ ദിനോം തക്ക്, ഒരുപാട് നാളുകൾ വരെ എന്നുള്ളതും, അതുപോലെ തന്നെ ദൂസരി ചാർ പങ്ക്തിയോമേ, പിന്നീട് വരുന്ന 4 വരികളിൽ കൈ ദിനോ കെ ബാദ് കാ, ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നുള്ളത് ദോഹരായ ഗയാ ഹേ, ആവർത്തിക്കപ്പെടുന്നു. ഇത് ഈസ് കവിതാക്കോ, ഈ കവിതയെ താളാത്മക് ഓർ രോചക് ബനാത്തി ഹേ, താളാത്മകവും രോചക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം, അരോചക് എന്ന് പറഞ്ഞാൽ അനിഷ്ടം. അപ്പൊ രോചക് ഇഷ്ടമുള്ളതാക്കി തീർക്കുന്നു, താളക്രമത്തിലുള്ളതും ഇഷ്ടമുള്ളതാക്കി തീർത്തിന് ഈ ആവർത്തനം സഹായകരമാകുന്നു. ഇതാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ നോക്ക്, കവി കഥേ, കവി പറയുന്നു കി എന്തെന്നാൽ അകാൽ കെ കാരൺ, ക്ഷാമം കാരണം, കൈ ദിനോം തക്ക്, ഒരുപാട് നാളുകളായി, ചുൽഹ, അടുപ്പ്, ജലായ നഹി, ആ വീട്ടിൽ അടുപ്പ് കത്തിയിട്ടേ ഇല്ല, ചക്കീമേം, ആട്ടുകല്ലിൽ, പീസിനെ കെലിയെ പൊടിക്കാൻ വേണ്ടി, ഗർമേ, വീട്ടിൽ, തോടാബി, അല്പം പോലും, അനാജ് നഹി, ധാന്യമണികളില്ല. ഇസ്ലിയെ, ഇതുകൊണ്ട്, കാനി കുത്തിയ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ പട്ടി, ഉസ്കെ പാസ് ജാക്കർ സോരഹി, ഇവയുടെ അടുത്ത് പോയി ചുരുണ്ട് കിടന്നുറങ്ങുന്നു. ഖാനേക്ക് തലാഷ്മേം, ഭക്ഷണം അന്വേഷിച്ചുകൊണ്ട്, തലാഷ് എന്ന് അന്വേഷിച്ചുകൊണ്ട്, ചിപ്കലിയാം, പല്ലികൾ, ഗർക്കെ ദീവാർ പർ, വീടിന്റെ ചുമരിന്റെ മുകളിൽ, ഇദർ ഉദർ ബടക്ക് രഹിഹേ, ഇവിടെയും അവിടെയും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ പാരഗ്രാഫാണ്. ഇൻട്രൊഡക്ഷൻ ഒന്നാമത്തെ പാരഗ്രാഫ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്ക്, രണ്ടാമത്തെ പാരഗ്രാഫ് ഇരുന്ന് എന്താ, കൈ ദിനോക്കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, ഗർമേ ധാന്യായെ, വീട്ടിലേക്ക് ധാന്യം വന്നു, ചുൽഹ ജലായ ഗയ, അടുപ്പ് കത്തിക്കപ്പെട്ടു, ഓർ ആംഗൻമേ, വീടിന്റെ മുറ്റത്ത്, ദുആം ഉടനയിലേക്ക്, എന്ത് പറഞ്ഞു, പുകപടലങ്ങൾ ഉയർന്നു പൊങ്ങാൻ തുടങ്ങി. ആംഗൻ എന്ന് പറയുന്നത് ഗംഗയുടെ ഗായാണ് ആംഗൻ. ഓക്കെ, ഉയർന്നു തുടങ്ങി. ഗർഭർക്കെ ലോകോക്ക്, വീട്ടിലുള്ള മുഴുവൻ ആളുകളുടെയും, ആംഖേം, കണ്ണുകൾ, ഖുശിക്കെമാരെ, സന്തോഷം കൊണ്ട്, ചമക്കുടി മിന്നിത്തിളങ്ങി, കൗബി, മരക്കൊമ്പിലിരിക്കുന്ന കാക്കകൾ പോലും, ഖുഷീസെ, സന്തോഷത്തോടി, അപ്പനെ പങ്ക് കുതിരാനിലേക്ക്, അവ സന്തോഷം കൊണ്ട് തന്റെ തൂവലുകൾ ചിക്കിച്ചു തരാൻ തുടങ്ങി കാക്ക പോലും. ഇതാണ് രണ്ടാമത്തെ പാരഗ്രാഫിന്റെ അർത്ഥം. ഇനി നമുക്ക് കൺക്ലൂഷൻ ആണ്. അതായത് യാം കവിനെ, ഇവിടെ കവി, ചുൽഹെ കരോന, അടുപ്പിന്റെ കരിയലിനെയും, ചക്കിക്ക് ഉദാസ്, ഉരകല്ലിന്റെ ഉദാസതയും, സോയി കാനി കുത്തിയ, വിശന്ന് തളർന്നു തുടങ്ങിപ്പോയ ഒറ്റക്കണ്ണൻ പട്ടിയുടെയും, ചിപ്കരിയോം കി ദൗഡ്, വിശന്നോടുന്ന പല്ലികളുടെ ഓട്ടത്തിലൂടെയും, ഓർ ചൂഹോം കി ബുരി ഹാലത്ത്, എലികളുടെ ദയനീയമായ അവസ്ഥയിലൂടെയും,
ആദിക്ക് മുതലായ മാധ്യം സെ മുതലായ മീഡിയയിലൂടെ ജനതാക്കി ആം ജനതാക്കി അതാണ് പാവപ്പെട്ട ജനങ്ങളുടെ ഗരീബി ദാരിദ്ര്യവും ഓർ വിവശതാക്കു അവന്റെ ഗതികേടിനെയും വ്യംഗ്യാത്മക പരിഹാസ ഠങ് സെ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ കവിതയിൽ എന്നുള്ളതാണ്. ഇതാണ് മക്കളെ ഈ പാഠത്തിലെ ഏത് ക്വസ്റ്റ്യൻ നമ്മൾ എഴുതണമെങ്കിലും ഏറ്റവും പ്രധാനമായിട്ട് ഇതിലെ ഓരോ വരികളും ഓരോ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടെയാണ്. ഓക്കെ, ഇത് ഈ വാക്യത്തിൽ നിന്ന് അതുപോലെ തന്നെ നമുക്ക് വാക്യ പിരമിഡ് ഉണ്ടാകുകയാണെങ്കിലും ഈ വരികളിൽ നിന്നാണ് വരുന്നത്. മറ്റേത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുകയാണെങ്കിലും ഈ കാര്യങ്ങൾ പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ മാർക്കും നമുക്ക് സെറ്റാണ്. അടിസ്ഥാനമായി ഇത് പഠിക്കാതെ 100 ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ മക്കളെ, ഇനി നമ്മൾ മറ്റൊരു ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. ആ ചാപ്റ്ററിന്റെ പേര് ഇതാണ് ഠാക്കൂർ കാ ഖുആം. വളരെ കുറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആൻസർ ആണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ആ ക്വസ്റ്റ്യൻ പഠിച്ചാൽ അതിൽ നിന്ന് മറ്റേത് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും വൺ വേർഡുകളും നമുക്ക് ഉണ്ടാക്കാവുന്ന വാക്യ പിരമിഡ് അടക്കം നമുക്ക് പെർഫോം ചെയ്യാവുന്നതാണ്. നോക്ക് മക്കളെ, ഇതിലെ ചോദ്യം ഠാക്കൂർ കാ ഖുആം എന്ന് പറഞ്ഞാൽ ജന്മിയുടെ കിണറാണ്. ഇത് കഹാനിയാണ്, പ്രേംചന്ദ് ആണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെ? ഒന്ന്, ജോക്കുവിനെ ലോട്ട മൂസെ ലഗായ. ജോക്കു ദാഹിച്ച് അവശനായി ആ മുരുടപാത്രം വായിലേക്ക് ചേർത്ത് പിടിച്ചു. തോ പാനിമേ ശക്ത് ബദ്ബുവായി, വെള്ളത്തിൽ ശക്തമായ ബദ്ബു ദുർഗന്ധം വന്നു. ഉസ് സമയക്കെ ആ സമയത്തുള്ള പാഠഭാഗത്തിന്റെ പഠിക്കഥ തയ്യാർ കീജിയെ. കോൺവെർസേഷൻ പഠിക്കഥ സ്ക്രിപ്റ്റ് റൈറ്റ് തയ്യാറാക്കാൻ ആര്? ജോക്കും ഗംഗിയും തമ്മിലുള്ള. അങ്ങനെയാണെങ്കിൽ ആ വരി എങ്ങനെ ഉണ്ടാക്കാം? ആദ്യം നമ്മൾ പഠിക്കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്, മറന്നു പോകരുത്. സ്ഥാനം എഴുതണം, അതിലെ ചോമ്പടി എഴുതി, സമയം എഴുതി ശ്യാം 4 ബജെ വൈകുന്നേരം 4 മണി, പാത്ര എഴുതി ജോക്കു और ഗംഗി, ഉമ്ര എഴുതി ദോനവും ലഗ്ഭഗ് 25 സാൽ 25 വയസ്സ്, വേണമെങ്കിൽ 50 വയസ്സാക്കാം, എന്ത് വേണമെങ്കിലും ആക്കാം, യുവാക്കളോ കുറച്ച് മധ്യവയസ്കരാക്കാം. വേഷഭൂഷ ജോക്കു ബനിയൻ और ലുങ്കി, ബനിയൻ ലുങ്കി അണിഞ്ഞിരിക്കുന്നു. ഗംഗിയാട്ടെ സാരി ഓർ ബ്ലൗസ്, സാരി ബ്ലൗസ് ഇട്ടിരിക്കുന്നു. ഇതാണ് അവരുടെ കോസ്റ്റ്യൂംസ്. ഇനി നമ്മൾ അഭിനയ രംഗത്തേക്ക്, കോൺവെർസേഷൻ രംഗത്തേക്ക് നമ്മൾ പോവാണ്. ഇവിടെയാണ് സന്ദർഭം. ഇതാണ് ജോക്കു ചാർപ്പായി പർ. ചാർപ്പായി എന്ന് പറഞ്ഞാൽ കിടക്കാൻ ഉപയോഗിക്കുന്ന കട്ടിൽ. ആ കട്ടിലിന്റെ മുകളില് ലേറ്റാ ഹുവാ ഹേ കിടക്കുന്നു. വ ബീമാർ ഹേ, അദ്ദേഹം ബീമാറാണ്, രോഗിയുമാണ്. രോഗിയായ ജോക്കു കട്ടിൽ കിടക്കുന്നു. അപ്പൊ ജോക്കു വെള്ളം കുടിക്കുന്ന സമയത്ത് വിളിക്കുന്നു തന്റെ ഭാര്യയെ, ഗംഗി ഓ ഗംഗി, ഗംഗി ഓ ഗംഗി എന്ന് വിളിക്കുന്നു. അപ്പൊ ഗംഗി ഹാജി ബോലിയെ പറയൂന്ന് പറഞ്ഞു. അപ്പൊ ജോക്ക് പറയാണ്, തോടാ പാനി പിലാവോ, കുറച്ച് വെള്ളം നീ എന്നെ കുടിപ്പിക്കുക. ഗലാ തൊണ്ട സൂക്കാ ജാരാഹേ, എന്റെ തൊണ്ട ഉണങ്ങി വരളുകയാണ്. ഗംഗി പാനി ലേക്കറാത്തിയെ, കുറച്ച് വെള്ളം കൊണ്ടുപോകാന്ന് പറഞ്ഞ സമയത്ത് ഗംഗി വെള്ളവുമായിട്ട് വരുന്നു. അപ്പോ ഗംഗി ജി യെല്ലോ പാനി, ദാ ജി ഈ വെള്ളം എടുത്തോളൂ എന്നാണ്. അപ്പൊ ജോക്കു ലോട്ട മൂഹ് മേ, മാന്നാണ് ഇത്, പോന്നല്ല, മൂഹ് സേ ലഗാത്തെ. ജോക്കു ആ മുണ്ടപാത്രം വായോട് ചേർത്ത് പിടിക്കുന്നു. അപ്പൊ ജോക്കു യ കൈസ പാനി, ഇതെന്ത് വെള്ളാണ്, മാരെ ബാസ്കെ, അസഹനീയമായ ദുർഗന്ധം കാരണം പിയാനെ ഹി ജാത്ത, എനിക്ക് കുടിക്കാനേ പറ്റുന്നില്ല. വ മൂഹ് ഫേർലേത്തെ, അതും പറഞ്ഞ് അദ്ദേഹം മൂദ്രിച്ചു കളയുന്നു. അപ്പൊ ഗംഗി പാനിമേ, വെള്ളത്തിൽ ബദ്ബു ദുർഗന്ധം കൈസെ എങ്ങനെ വരാനാണ്? ആ കുവേമേ, കിണറിൽ കോയി ഏതെങ്കിലും ജാൻവർ മൃഗം ഗിർക്കർ വീണിട്ട് മരാഹുക, ആ കിണറിൽ ഒരു പക്ഷേ ഏതെങ്കിലും ജീവി വീണ് ചത്തുപോയിട്ടുണ്ടാവാമെന്ന്. അപ്പൊ ജോക്ക് പറയാണ്, കുച്ചുബീഹോ, എന്തെങ്കിലും ആവട്ടെ, തോടാ പാനി, കുറച്ച് വെള്ളം, നാക്ക് ബന്ദ് കർക്കെ പീലും, നാക്ക് മൂക്ക് ബന്ദ് കർക്കെ, ഞാൻ ഇങ്ങനെ മൂക്ക് പിടിച്ചിട്ട് കുടിച്ചു കളയട്ടെ. അപ്പൊ ഗംഗി പറയുന്നു, നെഹി വേണ്ട, ഈ പാനി പീനേസ്, ഈ വെള്ളം കുടിച്ചാൽ ആപ്കാ, താങ്കളുടെ ബീമാരി രോഗം ബഡ്ജായേഗി, വർദ്ധിക്കും. ഞാൻ ദൂസര വേറെ പാനി വെള്ളം ലേക്കറാവുകി, ഞാൻ നിങ്ങൾക്ക് വേറെ വെള്ളം എടുത്തു കൊണ്ടുവരാമെന്ന്. അപ്പോ അതാണ് ഒന്നാമത്തെ കോൺവെർസേഷൻ, നിങ്ങൾക്ക് ഞാൻ വേറെ വെള്ളം കൊണ്ടുതരാം, ഇത്രയും മതി. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, അതിലുള്ള ഏറ്റവും പാഠം തുടങ്ങുന്ന സമയത്തുള്ള കോൺവെർസേഷൻ. ഓക്കെ മക്കളെ, അങ്ങനെ അവൾ വെള്ളം എടുക്കാൻ പോകുന്നു, ജന്മിയുടെ വാതിൽ തുറക്കുന്നു, പേടിച്ചോടി വരുന്നു, വീട്ടിലേക്ക് എത്തുന്നു. അതാണ് ആ പാഠം. ഓക്കെ, ആ സമയത്ത് അവളുടെ കുറെ ചിന്തകളാണ്. ഇനി നമുക്ക് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഗംഗയെ കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ച്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഗംഗയാണ് ഈ പാഠത്തിലെ ഹൈലൈറ്റ്. അവർ നോക്കൂ, ചരിത്ര ചിത്രൻ, ക്യാരക്ടർ സ്കെച്ച്, ഗംഗിക്ക ചരിത്രത്രൻ, ഗംഗയുടെ ചരിത്രത്തിലാണ്. ഇത് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ശ്രീ പ്രേംചന്ദ് ജിയുടെ മഷഹൂർ പ്രസിദ്ധമായ കഹാനി കഥയാണ് ഠാക്കൂർ കാ ഖുആം എന്നുള്ളതിലെ
മുഖ്യ സ്ത്രീ പാത്ര ഹേ, പ്രധാന സ്ത്രീ പാത്രമാണ് ഗംഗി. വ ജോക്കോ കി പത്നി ഹേ, അവർ ജോക്കുവിന്റെ വൈഫാണ്. വ ഏക് ദളിത് സ്ത്രീ ഹേ, അവർ ഒരു ദളിതരായ സ്ത്രീയാണ്, ദളിത സ്ത്രീ പിന്നോക്ക ജാതിക്കാരാണ്. വ ഗരീബ്, അവർ പൂവറാണ്. പാവപ്പെട്ട പരിവാർ കി, കുടുംബത്തിലെ ഗൃഹിണി ഹേ, പിന്നോക്ക ജാതിയാണെന്ന് മാത്രമല്ല സാമ്പത്തികമായും കൂടി പിന്നോക്കമാണ്. ഉസ്കോ, അവർക്ക് ഊഞ്ച ജാതിക്ക് ലോകോംസെ, ഉയർന്ന ജാതിയിലെ ആളുകളിൽ നിന്ന് ബഹുത്തധികം വളരെയധികം സാമാജിക കുരീതിയും സാമൂഹികപരമായ തിന്മകളെ ശിക്കാർ ഹോനിപ്പെടുത്തിയേ, തിന്മകൾക്ക് ഇരയാവേണ്ടി വരുന്നു. ഇവരെന്ത് ചെയ്താലും ചോദിക്കാൻ പറയാൻ ആളില്ല. അപ്പനെ പതിക്കോ, ഇവരാട്ടെ തന്റെ ഭർത്താവിനെ ബഹുത്ത് പ്യാർ കർത്തികെ, അദ്ദേഹം ഭർത്താവിനെ ഗംഗി ജീവന തുല്യം സ്നേഹിക്കുന്നു. ഗംഗിയൊക്കെ സാഹസിക നാരിക്ക്, ഗംഗി ഒരു സാഹസികമായ സ്ത്രീയാണ്. അപ്പനെ പതിക്കെ രോഗാവസ്ഥയപ്പർ, തന്റെ ഭർത്താവിന്റെ രോഗാവസ്ഥയിൽ രാത്രിയിൽ അകേലിയോക്കർ, ഒറ്റയ്ക്കായിട്ട് പോലും ഠാക്കൂർ കെ കുവേംസെ, ജന്മിയുടെ കിണറിൽ നിന്ന് പാനിലേനെ ജാത്തിക്ക് വെള്ളമെടുക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഠാക്കൂർ കെ കുവേംസെ പാനിലേനെ ജാത്തിക്ക്. വ സമജ്ദാർ നാരീതി, അവൾ വലിയ കാര്യഗൗരവക്കാരിയായ സ്ത്രീയാണ്. ഉസേ ഠാക്കൂർ ഓർ സാഹു ജൈസെ, അവൾക്ക് ഠാക്കൂറും അതുപോലെ തന്നെ സാഹു ജൈസെ, സാഹു മറ്റൊരു ജാതിയിൽപ്പെട്ട ആളുകളുടെ ഉച്ചവർഗക്കെ ലോകോക്കെ ബാരേമേ, ഉയർന്ന വർഗത്തിൽപ്പെട്ട ആളുകളെ പറ്റി ബാരേമേ സഹീ തരക്, ശരിയായ രൂപത്തിൽ ജാൻകാരി ഹേ, ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ കൃത്യമായ അറിവ് അവർക്കുണ്ട്. ഏ ലോക് ചൽ കബഡ്, അവരാണ് ചതി വഞ്ചനയും ഓർ അത്യാചാര കർത്തെ, അവരുടെ നാട്ടിലെ അവരാണ് അവിടെ ചതി വഞ്ചനയും ഒക്കെ ചെയ്യുന്നത്. എന്നാൽ പൂച്ചിനെ വാല കോയി നഹി ഹേ, ചോദിക്കാനും പറയാനും അവിടെ ആരുമില്ല. ഗംഗി സമൂഹത്തിലെ ഇസ് ഉച്ചനീച്ച് ഭ്രഷ്ടാചാർ, ഈ ഉയർന്നതും താഴ്ന്നതുമായതും ഭ്രഷ്ടാചാർ അകറ്റി നിർത്തലുമായതില് വിലാപ് ഓർ അതിന്റെ മുകളിൽ വിലപിക്കുകയും ഓർ ആക്രോശ് കർത്തിയെ ആക്രോശിക്കുകയും ചെയ്യാണ്. എന്തുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, ദൈവമേ എന്ത് ചെയ്യും ഞങ്ങളൊക്കെ എന്നുള്ള വിലാപവും ആക്രോശവും ഗംഗി നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര പ്രയാസം അനുഭവപ്പെടുമ്പോഴും സത്യസന്ധമായി എല്ലാവരെയും സ്നേഹിച്ചും ബഹുമാനിച്ചും മാത്രം നിൽക്കുന്ന ഒരു സ്ത്രീയാണ് ഗംഗി. ആ ഗംഗിയുടെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ഇനി നമുക്ക് വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, ജാതി രഹിത സമാജിക്ക സന്ദേശ ദേത്തെ ഏക പോസ്റ്റർ തയ്യാറാക്കിയേ. ജാതി ഇല്ലാത്ത സമൂഹത്തിന്റെ മെസ്സേജ് നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെ ചോദിച്ചാൽ അതിന് ഉത്തരം ഇതാണ്, ജാതി സമ്പ്രദായം ഏക അഭിശാപ് ഹേ, ഒരു ദുരവസ്ഥയാണ്. ജാതിരഹിത സമാജ്, ജാതി ഇല്ലാത്ത സമൂഹം സാംസ്കൃതിക സമാജ് ഹേ, സംസ്കാരമുള്ള സമൂഹമാണ്. സമാജം ഏക ഹി ജാതി ഹേ, സമൂഹത്തിൽ ഒരേ ഒരു ജാതിയുള്ളൂ. വ ഹേ മാനവ ജാതി, അത് മനുഷ്യന്റെ ജാതിയാണ്, മനുഷ്യജാതിയാണ്. ജാതി സോച്ചന ഓർ പൂച്ചന, ജാതി ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യുന്നത് സബ്സെ ബഡ പാപ് ഹേ, ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നാണ്. മനുഷ്യനാണ് തിരിച്ചറിഞ്ഞാൽ പിന്നെ വേറെ ചോദിക്കാൻ പാടില്ല. ജാതിനെ പൂച്ച ഓരോം സേ, ജാതി ചോദിക്കരുത് മറ്റുള്ളവരോട്. പൂച്ച് ലീജിയെ ജ്ഞാൻ, മറ്റുള്ളവരോട് അറിവ് മാത്രമേ ചോദിക്കാവൂ. ഇതാണ് കബീർദാസിന്റെ വചനമാണത്. സ്കൂൾ സോഷ്യൽ ക്ലബാണ് നമ്മുടെ സ്കൂളിൽ ക്യാമ്പസിൽ ഈ ജാതി രഹിത സമൂഹത്തിന്റെ സന്ദേശം നൽകുന്ന പോസ്റ്റർ വയ്ക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാഠത്തിൽ മറ്റേത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും അറ്റൻഡ് ചെയ്യാനുള്ള സമ്മറികൾ അടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇത്രയും പറഞ്ഞിരിക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നോക്കൂ. അടുത്തത് വസന്ത മേരെ ഗാവ്ക എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. എന്റെ നാട്ടിലെ വസന്തകാലം. ഇത് ലേഖനമാണ്, മുകേഷ് നൗട്ടിയാലാണ് എഴുതിയിരിക്കുന്നത്. 4ാമത്തെ യൂണിറ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നോക്കൂ, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയുന്നത്. ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട ഏത് ക്വസ്റ്റ്യൻ ആൻസറുകളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ സമ്മറിയെ കൊണ്ടതാണ് അല്ല നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, ചോദ്യം എങ്ങനെയാണ്, ഫൂൽദേ ത്യോഹാർ കെ ബാരെ മേ ഏക് ടിപ്പണി ലിഖേ. ഫൂൽദേ ഫെസ്റ്റിവലിനെ കുറിച്ച് ടിപ്പണി എഴുതാൻ. ഈ ടിപ്പണി പഠിച്ചാൽ ഈ ടിപ്പണി ഉപയോഗിച്ചിട്ട് ഇതുപയോഗിച്ച് നിങ്ങൾ ടിപ്പണി എഴുതാം, ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഡയറി എഴുതാം, ഇതുപയോഗിച്ച് നിങ്ങൾ സൂചന കത്ത് എഴുതാം, ഇതുപയോഗിച്ച് റെപ്പർട്ട് ഉണ്ടാക്കാം. ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകണമെങ്കിൽ ഈ ബേസ് നിങ്ങളെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ മക്കളെ, ചോദ്യം ഇതാണ്, ഫൂൽദേ ത്യോഹാർ കെ ബാരെ മേ ടിപ്പണി ലിഖേ, ഫൂൽദേ ഫെസ്റ്റിവലിനെ കുറിച്ച് ടിപ്പണി എഴുതാൻ. അങ്ങനെ ചോദിച്ചാൽ ഫൂൽദേ ഉത്തരാഖണ്ഡ് രാജ്യക്ക്, ഫൂൽദേ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ ഹിമാലയ അഞ്ചലോമേ, ഹിമാലയൻ താഴ്വരയിൽ മനായ ജാനേവാല, സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഏക് ത്യോഹാർ ഹേ, ഒരു ഫെസ്റ്റിവൽ ആണ്. യഹ് ബച്ചോം കാ ഏക് ബഡാ ത്യോഹാർ ഹേ, ഇത് കുട്ടികളുടേതായ ഒരു വലിയ ഫെസ്റ്റിവൽ ആണ്. യഹ് വസന്ത ഋതുമേ മനായ ജാത്ത ഹേ, വസന്തകാലം വരുമ്പോഴാണ് ഈ ഫെസ്റ്റിവൽ കൊണ്ടാടുന്നത്.
ബച്ചേ അവിടുത്തെ കുട്ടികൾ സുബഹ് രാവിലെ മുതൽ ഷാം തക്ക് വൈകുന്നേരം വരെ തരക്ക് ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള ഫൂൾ ചുൻതേഹെ പൂക്കളെ ചുൻലേത്തേഹെ കളക്ട് ചെയ്യുന്നു. ഇൻ ഫൂലോംകോ ഈ പൂക്കളെ റിംഗാൽ സെബനി മുളൻ ചീന്തുകൾ കൊണ്ടുണ്ടാക്കിയ ടോക്കരിയോമേ കൊട്ടകളിൽ വെക്കാജാത്ത ഈ കൊട്ടകളിലാണ് പൂക്കളെ വെക്കുന്നത്. ഓക്കെ, ടോക്കരിയോംകോ ഈ കൊട്ടകളെ രാത്രിയിൽ പാനീസെ ഭരി വെള്ളം കൊണ്ട് നിറഞ്ഞ ഗാഗരോക്കെ ഉപ്പർ വലിയ വലിയ പാത്രങ്ങളുടെ മുകളിൽ രക്കാജാത്താഹെ വെക്കുന്നു. തോ അപ്പോൾ സുബഹ് തക്ക് രാവിലെ വരെ മൂർച്ചാനഹിപ്പായെ വാടിപ്പോവുകയില്ല. സുബഹ് ഹോത്തേഹി പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ബച്ചോങ്കി ടോലിയാം കുട്ടികളുടെ സംഘങ്ങൾ ഗാവ് ബർ ഗ്രാമം മുഴുവൻ ഗൂംതിഹെ ചുറ്റിക്കറങ്ങുന്നു അതിരാവിലെ പൂവുമായിട്ട്. ഓർ ഇൻ ഫൂലോംകോ സേ ഈ പൂക്കൾ കൊണ്ട് ഗരോങ്കി വീടിന്റെ ദഹരിയോംകോ വരാന്തകളെ സജാത്തേഹെ അലങ്കരിച്ചു വെക്കുന്നു. ഗർവാലെ വീട്ടുകാർ ബച്ചോങ്കോ പൂക്കളിട്ട് കുട്ടികൾ പോകുമ്പോൾ ചാവൽ അരിയും ദാൽ പരിപ്പ് ഗുഡ് ശർക്കര ആദി മുതലായ ദക്ഷിൺ കെ രൂപേ ദക്ഷിണ എന്ന രൂപത്തിൽ സന്തോഷത്തോടെ ഇദ്ദേഹത്തെ ആ കുട്ടികൾക്ക് പകരം നൽകുന്നു. ഈ 21 ദിൻ തക്ക് ഇത് 21 ദിവസം വരെ. ഓക്കെ, 21 ദിൻ തക്ക് ജാരി രഹന എന്ന വാക്കിന്റെ അർത്ഥം തുടരുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. ഫൂൽദേയിക്ക് സമാപൻ കെ സമയ് അങ്ങനെ ഫൂൽദേയ് ഫെസ്റ്റിവലിന്റെ 21ാം സമാപന ദിവസം ദക്ഷിണമേ മിലിഗൈ ദക്ഷിണയായി കിട്ടിയിട്ടുള്ള ഓരോ വീടുകളിലും 21 ദിവസം കിട്ടിയിരിക്കുന്ന മിലിഗൈക്ക് സാമഗ്രീസെ വസ്തുക്കൾ കൊണ്ട് സാമൂഹിക ഭോജൻ ബനായ ജാത്ത ഒരു സമൂഹ സദ്യ തന്നെ ഒരുക്കുന്നു. ഭോജൻ കാ പൂര ആയോജൻ ആ ഭക്ഷണം ഒരുക്കുന്നതിന് മുഴുവൻ പദ്ധതികളും ഏർപ്പാടുകളും ബച്ചെ കുട്ടികൾ കൂത് കർത്തെ സ്വയം ചെയ്യുന്നു. ബഡോങ്കി ഭൂമിക വലിയവരുടെ പങ്ക് കേവൽ സലാഹ് ഉപദേശം ദേനെ തക്ക് നൽകാൻ വേണ്ടി മാത്രം സീമിതഹെ പരിമിതപ്പെട്ട് കിടക്കുന്നു. അവർ വേറെ ഒന്നും ചെയ്യില്ല. ഇതാണ് ഫൂൽദേ ഫെസ്റ്റിവലിന്റെ ഏറ്റവും ആ പാഠത്തിലെ ഏറ്റവും ഹൃദയമായ ഭാഗമാണ് ഇത്. ഈ സമ്മറി കൊണ്ട് നിങ്ങൾക്ക് ഡയറി ഉണ്ടാക്കാം, ഈ സമ്മറി കൊണ്ട് സുഹൃത്തിനെ കത്തെഴുതാം, ഈ സമ്മറി കൊണ്ട് പത്രവാർത്ത ഉണ്ടാക്കാം, ടിപ്പണി എഴുതാം, എല്ലാ കാര്യങ്ങളും എഴുതാം. ഇതാണ് ഏറ്റവും പ്രധാനമായ ഭാഗം. ഇനി നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഉത്തരാഖണ്ഡ് കലാസമിതിക്ക് നേതൃത്വമേ ഉത്തരാഖണ്ഡിലെ കലാസമിതിയുടെ നേതൃത്വത്തിൽ ദരാദൂണിൽ ഫൂൽദേ കാ त्योहार മനായാ ഗയ ഫൂൽദേ ഫെസ്റ്റിവൽ കൊണ്ടാടി. സമാചാർ പത്രമേ ന്യൂസ് പേപ്പറിൽ ഇസ്കാ റപ്പട്ടായ അതിന്റെ ഒരു വാർത്ത വന്നു. വഹ് അത് റപ്പട്ട് കൈസെ ഹോഗ ആ പത്രവാർത്ത എങ്ങനെ ഇരിക്കാം? കൽപ്പന കർക്കിലേക്ക് നിങ്ങളൊന്ന് ഭാവനയിൽ ചിന്തിച്ച് ചെയ്താനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചാർലി ചാപ്ലിന്റെ റപ്പട്ട് കഴിഞ്ഞതിന് ശേഷം വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു റപ്പട്ടാണ് ഇത്. ഓക്കെ മക്കളെ, ഇതിനെ നമുക്ക് ആനന്ദലഹരിമേം ഫൂൽദേ त्योहार का സമാപൻ ആനന്ദലഹരിയിൽ ഫൂൽദേ ഫെസ്റ്റിവലിന്റെ സമാപനം എന്നാണ് വാർത്തയുടെ ഹെഡിങ്. എന്നിട്ട് സ്ഥലത്തിന്റെ പേര് ആദ്യം ദറാദൂൺ. കൽ ദറാദൂണിനെയും ഇന്നലെ ദറാദൂണിൽ ബച്ചോं के सबसे बड़ा त्योहार കുട്ടികളുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ ഫൂൽദേയി ധൂംധാം എന്ന് പറഞ്ഞാൽ വളരെ ആഡംബരപൂർവം ആവേശപൂർവം മനായാ ഗയ കൊണ്ടാടി. ഉത്തരാഖണ്ഡിലെ കലാസമിതിയുടെ നേതൃത്വത്തിലാണ് त्योहार മനായാത അവരാണ് അത് ഓർഗനൈസ് ചെയ്ത് ഗംഭീര കലാപരിപാടി നടത്തിയത്. പിछले 21 दिन കഴിഞ്ഞ 21 ദിവസം ബച്ചോനെ കുട്ടികൾ ഫൂൽ ചുൻകർ പൂക്കൾ തെരഞ്ഞെടുത്തിട്ട് ഗരോങ്കി ദഹരിയും വീടിന്റെ വരാന്തകൾ ഉമ്മറങ്ങൾ സജായിദി അലങ്കരിച്ചു വെച്ചിരുന്നു എല്ലാ വീടുകളിലും. ജിൻകെ ഗർമേ ഫൂൽ സജായ ജാത്തെ ആരുടെ വീട്ടിൽ പൂക്കൾ അലങ്കരിച്ചു വെക്കുന്നുവോ വേ ബച്ചോങ്കോ അവർ കുട്ടികൾക്ക് വാപ്പസ് തിരിച്ച് ഗുഡ് ശർക്കരയും ദാൽ പരിപ്പും ചാവലാദി ദിയേതേ അരി മുതലായവ നൽകിയിരുന്നു. ദക്ഷിൺ മേ മിലി ഈ സാമഗ്രി ദക്ഷിണയായി ലഭിച്ച ഈ മുഴുവൻ വസ്തുക്കളും 21 ദിൻ 21 ദിവസം തക്ക് ഇക്കട്ടി കി ജാത്തി ഹേ. ഇക്കട്ടി എന്ന് പറഞ്ഞാൽ സമാഹരിച്ചു വെച്ചിട്ടുണ്ട്. ഇക്കട്ടി സമാഹരിക്കപ്പെട്ട യഹി സാമഗ്രി സെ ഈ വസ്തുക്കൾ കൊണ്ട് സാമൂഹിക ഭോജൻ ബനായാ ഗയ സമൂഹ സദ്യ ഉണ്ടാക്കി. ഇസ് ആയോജൻ മേ ഈ പരിപാടിയിൽ ബഡോं की ഭൂമിക വലിയവരുടെ പങ്ക് കേവൽ സലാഹ് ദേനെ തക്ക് സീമിത് ഹേ കേവലം ഉപദേശം നൽകാൻ മാത്രം പരിമിതപ്പെട്ട് കിടക്കുന്നു. ബാക്കി സാരേ കാം ബാക്കി മുഴുവൻ ജോലിയും ബച്ചേ കർത്തേതേ ആരാണ് ചെയ്തത്? കുട്ടികളാണ് ചെയ്തത്. ദാവത്തിക്ക് സദ്യയുടെ ബാദ് ശേഷം പ്രത്യേകമായിട്ട് പ്രശിക്ഷിത് പരിശീലനം ലഭിച്ച ബച്ചോനെ കുട്ടികൾ മിൽജുൽക്കർ ഒത്തുചേർന്നിട്ട് ഠോൽ ഠമാവുക്കി താപപ്പർ പറയിലും പെരുമ്പറയിലും ഒക്കെ അടിച്ചിട്ട് ചൗദി ഗീതവും നാടോടി പാട്ടുകളുടെ അവതരണവും നടത്തുകയുണ്ടായി. സമാപന സമയത്ത്
പൂരേ വാതാവരൺ, അവിടുത്തെ അന്തരീക്ഷം മുഴുവൻ, അറ്റ്മോസ്ഫിയർ മുഴുവൻ സംഗീതക്കെ സൂർ ഗുൽ ജാത്തേത്, സംഗീതത്തിന്റെ താളങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു അവിടുത്തെ അന്തരീക്ഷം. സബ് ഇതെല്ലാം ഹർ ഏക് കെ മന്മേ, ഓരോരുത്തരുടെയും മനസ്സിൽ, റിപ്പോർട്ടറുടെ വരിക, സബ് ഇതെല്ലാം ഹർ ഏക് കെ മന്മേ, ഓരോരുത്തരുടെ മനസ്സിൽ സ്വർഗീയ അനുഭൂതി ബനായകി, സ്വർഗീയമായ ഒരു അനുഭൂതിയാണ് പ്രദാനം ചെയ്തത് എന്നാണ്. ഓക്കെ, അപ്പൊ ഹെഡിങ്, സ്ഥലപ്പേര്, മാറ്റർ, റിപ്പോർട്ടറുടെ ഒരു വരി, അങ്ങനെയാണ് നമ്മുടെ വാർത്ത അവസാനിക്കേണ്ടത്. ഇനി ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ഫൂൽദേ ത്യോഹാർ കാ സന്ദേശ് ദേത്തെ ഹി പോസ്റ്റർ തയ്യാർ കീജിയെ. ഫൂൽദേ ഫെസ്റ്റിവലിന്റെ മെസ്സേജ് നൽകുന്ന ഒരു പോസ്റ്റർ. അങ്ങനെ ചോദിച്ചാൽ ബച്ചോം കാ സബ്സെ ബഡാ ത്യോഹാർ, കുട്ടികളുടെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ, ഹിമാലയ വസന്തോത്സവ് അഥവാ ഫൂൽദേ ത്യോഹാർ സാംസ്കൃതികോത്സവ് 2024 മെയ് 10 से ദറാദൂൺ में. എന്നിട്ടോ ഫൂലോം കി പ്രദർശനം ഉണ്ട്, കലാകാര്യക്രമുണ്ട്, ചൗധി ഗീത് ഉണ്ട്, സാമൂഹിക ഭോജനം ഉണ്ട്. ഫൂലോം കി പ്രദർശനി, കലാകാര്യക്രം, ചൗധി ഗീത് നാടോടി പാട്ടുകളുണ്ട്, സാമൂഹിക ഭോജൻ സമൂഹ സദ്യ ഉണ്ട്. സബ്കാ സ്വാഗത് ഉത്തരാഖണ്ഡ് ഫൂൽദേ കലാസമിതി. ഉത്തരാഖണ്ഡ് ഫൂൽദേ കലാസമിതിയാണ് ആളുകളെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ പോസ്റ്റർ അടിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ് ദിശാഹീൻ ദിശ. ആഫിൽ എക്സാമിനേഷന് പഠിക്കാനുള്ള അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിച്ചാൽ അതിൽ നിന്നുള്ള ഏത് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, 1-2 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻറ്റ്. ദിശാഹീൻ ദിശ എന്ന് പറഞ്ഞാൽ ദിശ തെറ്റിയ ദിശയാണ്. ഇത് യാത്രാവൃത്താണ്, മോഹൻ രാകേഷ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ മക്കളെ, ഇനി നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്, ഇതില്ലാത്ത പ്രധാനപ്പെട്ട തോണിക്കാരനുണ്ട്, അയാളാണ് അബ്ദുൽ ജബ്ബാർ. അബ്ദുൽ ജബ്ബാറിന്റെ ക്യാരക്ടർ സ്കെച്ച് നമ്മളോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചാൽ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ദിശാഹീൻ ദിശാക്കെ അബ്ദുൽ ജബ്ബാർ കാ, ദിശാഹീൻ ദിശയിലെ അബ്ദുൽ ജബ്ബാറിന്റെ വ്യക്തിത്വ ബഡാ പ്രഭാവശാലി ഹേ, വ്യക്തിത്വം വളരെയധികം ആഴയും പ്രഭാവശാലി, സ്വാധീനിക്കുന്നതാണ്, ആകർഷിപ്പിക്കുന്നതാണ്. ഉൻകെ ചരിത്ര പട്ടിപ്പിണിലേക്ക്, അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് ഒരു ക്യാരക്ടർ സ്കെച്ച് ചെയ്താൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് ഇങ്ങനെയാണ്, വളരെ കുറച്ചേ ഉള്ളൂ, ഇമ്പോർട്ടന്റ് ആണ്. അബ്ദുൽ ജബ്ബാർ ബൂഡ മല്ലാഹി, അബ്ദുൽ ജബ്ബാർ വൃദ്ധനായ ഒരു തോണിക്കാരനാണ്. വ ഗരീബ് ആദ്മി ഹേ, അദ്ദേഹം ദരിദ്രനായ ഒരു മനുഷ്യനാണ്. ഇസ്ലിയെ ഇതുകൊണ്ട് സർദി മേമ്പി, കുളിരുണ്ടാകുന്ന സമയത്ത് പോലും, ദരിദ്രനായതുകൊണ്ട് കുളിരുണ്ടാകുന്ന സമയത്ത് പോലും സിർഫ് ധോത്തി പഹൻകർ, കേവലം ഒരു ലുങ്കി മാത്രം ഉടുത്തിട്ട് നാവ് കേത്താതെ ആ പാവം വിറച്ച് തോണി തൊഴിയുമായിരുന്നു. ബഡാ പരിശ്രമിഹെ, അദ്ദേഹം നല്ല ഒരു അധ്വാനശീലനായ മനുഷ്യനാണ്. ഇസ്ലി ഇതുകൊണ്ട് രാത്മേ ഉനയും, രാത്രിയിൽ അദ്ദേഹത്തിന് നാവ് പർ, രാത്രിയിൽ അദ്ദേഹം തോണിയിൽ യാത്രക്കാരെ സൈർ കർണയിലേക്കയ, സഞ്ചാരത്തിന് വേണ്ടി, യാത്രയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. അത്രയും നല്ലൊരു ഹാർഡ് വർക്കർ ആയതുകൊണ്ടാണ്, ജോലി ചെയ്യാൻ വലിയ മടിയില്ലാത്ത ആളായതുകൊണ്ടാണ്. സാധാരണ ജീവിതം വിത്താനെ വാലെ കഴിച്ചു കൂട്ടുന്ന വമല്ലാഹ്, ആ മനുഷ്യൻ കഷ്ടപ്പാടും ദാരിദ്ര്യത്തിലൂടെയാണ് ജീവിക്കുന്നത്. പക്ഷെ ആ മനുഷ്യൻ ഖുശി സേരാത്തത, എപ്പോഴും ഇല്ലായ്മയിലും സന്തോഷം കൊണ്ട് സമൃദ്ധമായി ജീവിച്ച ആളാണ്. ഉസേ ഗസലെ പസന്തി, അദ്ദേഹത്തിന് ഗസലുകൾ വലിയ ഇഷ്ടമായിരുന്നു. ഓർ വിനയ്സെ, വളരെ വിനയത്തോടു കൂടി യാത്രിയോം കിലിയെ, യാത്രക്കാർക്ക് വേണ്ടി ഗസലേം ബി ഗാത്തിയെ, തോണിയിൽ വരുന്ന യാത്രക്കാർക്ക് അദ്ദേഹം ഗസലുകൾ പാടിക്കൊടുക്കുമായിരുന്നു. സദാ എപ്പോഴും ദൂസരോക്കി, മറ്റുള്ളവരുടെ ഖുഷി ചാഹിനെ വല്ല നന്മ ആഗ്രഹിക്കുന്ന അച്ചാത്മിഹെ, ഒരു നല്ല മനുഷ്യനാണ് മല്ലാഹ് അബ്ദുൽ ജബ്ബാർ, മല്ലാഹായ അബ്ദുൽ ജബ്ബാർ എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് മക്കളെ അത്. ഇതിൽ വരാവുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ് ആ ചോദ്യം, ഭോപ്പാൽ താൽമേ, ഭോപ്പാൽ തടാകത്തിൽ അബ്ദുൽ ജബ്ബാർ ഓർ അവിനാഷ് കെ, അബ്ദുൽ ജബ്ബാറിന്റെയും അവിനാഷിന്റെയും സാത്ത് കി സൈർ, കൂടെ നടത്തിയ യാത്ര മോഹൻ രാകേഷ് കിലിയെ മജേദാർ ദി. മോഹൻ രാകേഷ് എന്ന് ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് ദക്ഷിണേന്ത്യ മുഴുവൻ കാണാൻ ഇറങ്ങി പുറപ്പെട്ട മനുഷ്യൻ രാത്രിയിൽ ഭോപ്പാൽ തടാകത്തിലൂടെ തന്റെ സുഹൃത്തായ പത്രപ്രവർത്തനായ അവിനാഷിന്റെയും ഈ അബ്ദുൽ ജബ്ബാർ എന്ന് പറയുന്ന മനുഷ്യന്റെ തോണിയിൽ രാത്രിയിൽ 10-12 മണിക്ക് തണുപ്പുള്ള സമയത്ത് തടാകത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ ഒരു പ്രത്യേക അനുഭവമായി മാറി. ഈ അനുഭവം ജിക്ർ കർത്തേ ഹുയി, ആ അനുഭവങ്ങളെ അദ്ദേഹം അയവിറക്കിക്കൊണ്ട് അപ്പനെ മിത്രക്കെ നാപ്പർ, അദ്ദേഹം തന്റെ മറ്റൊരു സുഹൃത്തിന് പത്രലേഖ കത്തെഴുതി. കൽപ്പന കർക്കിലേക്ക്, ആ കത്ത് നമ്മളോടൊന്ന് ഭാവനയിൽ എഴുതാനാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചാൽ ഉത്തരം എങ്ങനെയാണ് മക്കളെ, നമ്മുടെ സ്ഥാൻ താരിഖ് ഇവിടെ എഴുതി, പ്രിയമിത്ര, എന്നിട്ട് ഇങ്ങനെയാണ് എഴുതുന്നത്, നോക്ക്. തും കൈസേഹോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, തീക്ക് ഹെന, സുഖം തന്നെയല്ലേ, കുച്ച് ദിൻസേ ആപ്കി യാദ്, കുറച്ച് ദിവസങ്ങളായി തിന്നെ കുറിച്ചുള്ള യാദ്, ഓർമ്മ, മന്മേം ബാർ ബാർ ആയി, മനസ്സിൽ പിന്നെയും പിന്നെയും ഇങ്ങനെ വരുന്നു. ക്യോങ്കി ആപ്കോ ഗൂമന പസന്ത് ഹെന, എന്തുകൊണ്ടെന്നാൽ നിനക്കും യാത്ര വലിയ ഇഷ്ടമാണല്ലോ. അതിന്റെ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട് കഴിഞ്ഞു. ഏതാ നമ്മൾ നോക്ക്, പിച്ചിലെ ആഫ്റ്റർ മേം,
ഞാൻ ഏക് യാത്ര की ഒരു യാത്ര നടത്തി. മുംബൈ ഹോത്താ ഹുവാ ഗോവ, ബോംബെ വഴി ഗോവയിലേക്കായിരുന്നു. ഓർ വഹാം സെ കന്യാകുമാരിക്ക് ഓർ അവിടുന്ന് കന്യാകുമാരിയിലേക്കായിരുന്നു പോകാൻ ഉദ്ദേശിച്ചത്. ജബ് ഭോപ്പാൽ സ്റ്റേഷൻ पर रेलगाड़ी पहुंचे, എപ്പോൾ ഭോപ്പാൽ സ്റ്റേഷനിൽ എന്റെ ട്രെയിൻ എത്തിയോ തബ് മേരാ ഏക് മിത്ര, അപ്പോൾ എന്റെ ഒരു ഫ്രണ്ട് അവിനാശ് വഹാം കടാത, അവിനാശ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഉസ്കെ ആഗ്രഹ പർ, അദ്ദേഹത്തിന്റെ ആഗ്രഹം അനുസരിച്ച് മുझे വഹാം ഉതർന പട, എനിക്ക് അവിടെ ഇറങ്ങേണ്ടായി വന്നു. രാത് മേ ഹം ഘൂമനെ ഗയി, രാത്രിയിൽ ഞങ്ങൾ അവന്റെ കൂടെ കറങ്ങാൻ വേണ്ടി പോയി. ഭോപ്പാൽ താൽമേം നാവുമേം സൈർ കർത്തേ വക്ത്, ഭോപ്പാൽ തടാകത്തിലൂടെ തോണിയിൽ യാത്ര ചെയ്യുന്ന നിമിഷം ബൂഡെ മല്ലാഹ്, വൃദ്ധനായ തോണിക്കാരൻ, മല്ലാഹ് എന്ന് പറഞ്ഞ തോണിക്കാരൻ അബ്ദുൽ ജബ്ബാർ കുച്ച് ഗസലേൻ സുനായി, ഞങ്ങളെ കുറച്ച് ഗസലുകൾ കൽപ്പിച്ചു. ഹം ദോനോ മുൻകി മീട്ടി ആവാസ്മി, ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിന്റെ മധുരമുള്ള സ്വരത്തിൽ ലീൻ ഹോക്കർ ബൈറ്റ്, അലിഞ്ഞു ചേർന്നിരുന്നു പോയി. കാര്യം കഴിഞ്ഞു. ഇനി കൺക്ലൂഷൻ. ഭോപ്പാൽ താൽക്കി സൈർ ഏക് വിശേഷ അനുഭവ, ഭോപ്പാൽ തടാകത്തിലുള്ള സൈർ യാത്ര ഒരു വിശേഷമായ അനുഭവം തന്നെയായിരുന്നു. മേനെ സോച്ചാക്കി, ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്തെന്നാൽ ആപ്പ് ബി ഹമാരെ സാത്ത് ഹോത്തേത്തോ, താങ്കളും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കിത്തന അച്ച ഹോത്ത, എത്ര നന്നാകുമായിരുന്നു എന്ന്. ആപ്കി നൈ ബാത്ത് ക്യാ ക്യാ ഹേ, താങ്കളുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ജറൂർ ലിഖന, തീർച്ചയായും എനിക്ക് എഴുതണം. സ്നേഹത്തോടുകൂടി മോഹൻ രാകേഷ്, ഹസ്താക്ഷർ മോഹൻ രാകേഷ്, സിഗ്നേച്ചർ. എന്നിട്ട് ഇപ്പോൾ നമ്മള് സേവാമയം നാംപദം ഇത്രയും എഴുതി വെച്ചാൽ ആ കത്തായി മക്കളെ. ഇനി ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാഠത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മർമ്മപ്രധാനമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നത്. ഈ മർമ്മം ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലേക്ക് പെർഫോം ചെയ്യാൻ പറ്റും. നിരവധിയായ ക്വസ്റ്റ്യനിലേക്ക് ആലോചിച്ച് ഉത്തരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ 35 മാർക്ക് ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് മർമ്മങ്ങൾ നഷ്ടമായി പോയാൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കുക പ്രയാസമായിരിക്കും. ഓക്കെ, അപ്പൊ സുന്ദരമായി പഠിക്കുക. നാളെ നമുക്ക് ഫുൾ മാർക്ക് സ്വന്തമാക്കേണ്ടതുണ്ട്. മാരത്തോൺ ലൈവിൽ വരിക. നിരവധിയായ മറ്റൊരുപാട് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വിഭവങ്ങളായിട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ കാണാം. ബൈ.